നമസ്കാരം. കേരളത്തിൽ ചെയർമാൻ ഉൾപ്പെടെ 21 PSC അംഗങ്ങളുണ്ട്. കേരളത്തിന് പുറത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇത്രയധികം PSC അംഗങ്ങളില്ല. 30 കോടിയിലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഉത്തർപ്രദേശിൽ പോലും 6 പേർ മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ തന്നെ സർക്കാർ സർവീസിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ വരുന്നവരാണ്. എന്നാൽ കേരളത്തിലെ 21 പേരും ആരാണോ ഈ നാട് ഭരിക്കുന്നത് ആ പാർട്ടിയുടെ പ്രതിനിധികളായി ചുമതലയേൽക്കുന്നവരാണ്. CPM-നും CPI-ക്കും കേരള കോൺഗ്രസിൻ്റെ ചെറിയ കക്ഷികൾക്ക് പോലും കഴിഞ്ഞ തവണ PSC-യിൽ അംഗത്വമുണ്ടായിരുന്നു. അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതിൽ ഇതുവരെ മാറ്റം വന്നിട്ടില്ല. ഇവരുടെ ശമ്പളം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. PSC ചെയർമാന് 3,87,000 രൂപ, PSC അംഗത്തിന് 3,80,000 രൂപ. 2,24,000 നിന്നാണ് 3,89,000 ഏതാണ്ട് ഒരു വർഷം മുൻപ് പിണറായി സർക്കാർ PSC ചെയർമാൻ്റെ ശമ്പളം വർദ്ധിപ്പിച്ചത്. 2,19,000 നിന്നും 3,80,000 അംഗങ്ങളുടെ ശമ്പളവും വർദ്ധിപ്പിച്ചു. 1,20,000 നിന്നും 2,25,000 PSC അംഗങ്ങളുടെയും പെൻഷനും വർദ്ധിപ്പിച്ചു. ഓർക്കണം, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയായിരിക്കണമെന്നല്ലാതെ മറ്റൊരു യോഗ്യതയും ഈ പണിക്കില്ല. ഇങ്ങനെ കയറുന്നവർക്ക് 6 വർഷം സേവനമനുഷ്ഠിച്ച് മടങ്ങുമ്പോൾ മരിക്കുന്നത് വരെ 1,25,000 രൂപ പെൻഷൻ കിട്ടും. മരിച്ചാൽ ഫാമിലി പെൻഷനും. ഇങ്ങനെ 21 പേരെ നമ്മുടെ ഖജനാവിൽ നിന്നും തീറ്റിപ്പോറ്റിയിട്ടും ഇവർ നമ്മളെ അക്ഷരാർത്ഥത്തിൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ എന്ന് പറയേണ്ടി വരും. നോക്കൂ, PSC-യുടെ പരീക്ഷയിൽ നടക്കുന്നത് മുഴുവൻ അട്ടിമറിയാണ്. നമ്മൾ കരുതുന്നത് PSC പരീക്ഷ നടത്തിയാൽ അതിൽ മെറിറ്റ് പരിഗണിക്കപ്പെടുമെന്നാണ്. പിണറായിയുടെ കാലത്ത് ആ മെറിറ്റൊക്കെ എടുത്ത് ആറ്റിലെറിഞ്ഞു. നമുക്ക് അധികം വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിരുന്നില്ല. കാരണം PSC-ക്ക് നിരവധി പ്രിവിലേജുകളുണ്ട്. ഒരു ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് അങ്ങനെ വേഗത്തിൽ കയറി അങ്ങ് നിരങ്ങാൻ സാധ്യമല്ല. PSC-യെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ പോലും നൂലാമാലകളേറെയാണ്. അതുകൊണ്ട് തന്നെ PSC ചെയർമാനും അംഗങ്ങളും അവരുടെ രാഷ്ട്രീയമനുസരിച്ച് അട്ടിമറി നടത്തുന്നു. 2019 ഒരിക്കലും മറക്കരുതാത്ത ആ വിവാദം നമ്മൾ ഒരിക്കൽ കൂടി ഓർക്കണം. ആ വർഷത്തെ സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തിയത് ശിവരഞ്ജിത്ത് എന്ന SFI നേതാവിനായിരുന്നു. 2ാം റാങ്ക് പ്രണവ് എന്ന SFI നേതാവിനെ, 27ാം റാങ്ക് നസീം എന്ന SFI നേതാവിനെ. ഇത് പുറത്തു വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഏതെങ്കിലും അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകർ പുറത്തു കൊണ്ടുവന്നതല്ല. ഇവന്മാർ അവിടെയുള്ളൊരു SFI-കാരനെ കുത്തുന്നു. ആ കുത്തുകേസ് വാർത്തയായി. ഇവന്മാരെ പിടികൂടാൻ വേണ്ടി വീട് റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ നിന്ന് കണ്ടെത്തി ചോദ്യപേപ്പറും ഉത്തരക്കടലാസുമൊക്കെ. എങ്ങനെയാണ് ഈ 10 വർഷം കൊണ്ട് PSC-യെ പോലും ഇവർ അട്ടിമറിച്ചത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നത്. അതിനേക്കാൾ ഞെട്ടിക്കുന്ന ഒരു പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. പ്ലാനിംഗ് ബോർഡിലെ ചീഫ് എന്ന ഉന്നത തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. 1,15 ലക്ഷം രൂപയാണ് അടിസ്ഥാന ശമ്പളം. എന്ന് വെച്ചാൽ ഒരു 2.5 ലക്ഷം രൂപയിലധികം ശമ്പളം കിട്ടുന്ന ഉന്നത പദവി. ഈ ഉദ്യോഗത്തിൽ പരീക്ഷ നടക്കുന്നു. CPM-ന് താല്പര്യമുള്ള 3 പേരെ അവർ തെരഞ്ഞെടുത്ത് നിയമിക്കാൻ തീരുമാനിക്കുന്നു. ആകെ 100 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിൽ 58 മാർക്കിൻ്റെ ചോദ്യങ്ങളും പരിശോധിച്ചേയില്ല, അവ പരിഗണിച്ചേയില്ല. കാരണം എന്താണ്? CPM-ന് വേണ്ടപ്പെട്ടവരെ നിയമിക്കണമായിരുന്നു. അഭിമുഖത്തിലും കൃത്രിമം നടന്നു. അഭിമുഖത്തിൽ നന്നായി പെർഫോം ചെയ്തവരെ പിറകോട്ടാക്കി CPM-ന് വേണ്ടപ്പെട്ടവരെ കൂടുതൽ മാർക്ക് കൊടുത്ത് മുമ്പിലെത്തിച്ച് അവർക്ക് നിയമനം കൊടുത്തു. ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെട്ടു. അന്വേഷണം നടന്നു. ഒടുവിൽ തട്ടിപ്പ് പുറത്തു വന്നു. നോക്കുക, ഒരു പ്രധാനപ്പെട്ട പരീക്ഷയിൽ അതിലെ പകുതിയോളം ചോദ്യങ്ങൾ പരിഗണിക്കുക പോലും ചെയ്യാതെ വേണ്ടപ്പെട്ടവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി PSC ഉളുപ്പില്ലാതെ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇതേ പരാതിയാണ് ചുറ്റിനുമുള്ളത്. ദീർഘകാലമായി യൂണിവേഴ്സിറ്റി PRO-മാരെ തിരഞ്ഞെടുത്തിരുന്നില്ല. PRO-മാരുടെ റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ അടവച്ചിരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ വരുന്നതിന് തൊട്ടു മുമ്പ് റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ട് അഡ്വൈസ് മെമ്മോയും കൊടുത്ത് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു. അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ, DYSP, ലോ കോളേജ് അസിസ്റ്റന്റ്, KAS, സർവകലാശാല PRO-മാർ തുടങ്ങിയ മിക്ക തസ്തികകളിലും അട്ടിമറി നടന്നു എന്ന ആരോപണം ശക്തമാണ്. ഈ പ്ലാനിംഗ് ബോർഡിലെ അട്ടിമറി അവിടെയും തീർന്നില്ല. വിവാദം മാധ്യമങ്ങൾ ഏറ്റെടുത്തപ്പോൾ PSC പ്രത്യേക യോഗം ചേർന്ന് അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു. പുറത്തുള്ള അന്വേഷണ ഏജൻസി, വിജിലൻസ് അടക്കമുള്ള അന്വേഷണ ഏജൻസികൾക്ക് ഈ അന്വേഷണം ഏൽപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ PSC ചെയർമാൻ ഡോക്ടർ ബൈജു അതിന് വിസമ്മതിക്കുന്നു. PSC-ക്ക് തന്നെ പോലീസിൽ നിന്നും ഡെപ്യൂട്ടേഷൻ എത്തിയ ഉദ്യോഗസ്ഥന്മാർ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് പുറത്ത് ഏജൻസി ഏൽപ്പിക്കുന്നത് എന്ന ചോദ്യം അവിടെ ഉയർന്നു വന്നു. SP-യും DYSP-യും അടക്കമുള്ള
ഒരു ഡെപ്യൂട്ടേഷൻ സംഘം PSC വിജിലൻസ് ഓഫീസർമാരെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ PSC യോഗം ചേർന്ന് പിരിഞ്ഞത് ഈ പരീക്ഷ അട്ടിമറി അന്വേഷണം PSC വിജിലൻസിനെ ഏൽപ്പിക്കാനാണ്. അത് വിജിലൻസിൻ്റെ പണിയുമാണ്. പക്ഷേ ചെയർമാൻ ഉത്തരവിറക്കിയപ്പോൾ ആ ഉത്തരവിൽ പറയുന്നത് പരീക്ഷ കൺട്രോളർ അന്വേഷിക്കാനാണ്. നോക്കൂ, ഒരു വലിയ അഴിമതി പരീക്ഷ കൺട്രോളറുടെ ചുമതലയിൽ വെക്കുന്നു. PSC ജീവനക്കാരുമായി ബന്ധപ്പെട്ട അച്ചടക്ക നടപടികളും മറ്റുമാണ് പരീക്ഷ കൺട്രോളർ അന്വേഷിക്കുന്നത്. വാക്കാൽ അന്വേഷിക്കാൻ പറ്റില്ല, ഉത്തരവ് വേണമെന്ന് പരീക്ഷ കൺട്രോളർ പറഞ്ഞപ്പോൾ ഉത്തരവിറക്കി കൊടുത്തു. PSCയിൽ ഇത്തരം അഴിമതി അന്വേഷിക്കാൻ വിജിലൻസ് കാർഡ് പോലീസിൽ നിന്നുള്ളവരുണ്ടായിട്ടും PSCയുടെ പരീക്ഷ കൺട്രോളറെ ചുമതലപ്പെടുത്തിയത് ഈ അന്വേഷണം അട്ടിമറിക്കാൻ തന്നെയാണ്. റിട്ടയർ ചെയ്ത ഏതെങ്കിലും 1-2 ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ച് തലയൂരാൻ വേണ്ടിയാണ്. ഇത്തരം ഒരുപാട് തട്ടിപ്പ് കഥകൾ പുറത്തേക്ക് വരുന്നു. ഫിഷറീസ് വകുപ്പിലെ എക്സ്റ്റൻഷൻ ഓഫീസർമാരുടെ റാങ്ക് ലിസ്റ്റ് ഈ അടുത്ത കാലത്ത് പുറത്തു വരുന്നു. ഈ റാങ്ക് ലിസ്റ്റിൽ നിയമിതരായ 44 പേരിൽ 38 പേരും കുഫോസ് എന്ന ഫിഷറീസ് സർവകലാശാലയിൽ നിന്നുള്ളവരാണ്. പരീക്ഷ നടത്തിയതും ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നതുമൊക്കെ അവർ തന്നെ. ഇങ്ങനെ കയറിയ 38 പേരും മിക്കവരും ഇടത് യൂണിയനോടും SFIയോടുമൊക്കെ താല്പര്യമുള്ളവർ. ഫിഷറീസ് ഡയറക്ടർ ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അതിൽ താല്പര്യം കാണിക്കുന്നില്ല PSC. ഇങ്ങനെ അടിമുടി തട്ടിപ്പായിരുന്നു എന്നോർക്കണം. ഈ തട്ടിപ്പൊക്കെ നടത്തിയത് CPMകാരെ തിരികെ കയറ്റാനാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് സർക്കാർ സർവീസിൽ പാവപ്പെട്ട കുട്ടികൾ പഠിച്ച് പരീക്ഷ എഴുതിയതുകൊണ്ട് ഗുണം കിട്ടാതെ പോകുന്നത് CPMകാർക്ക് മാത്രം തൊഴിൽ കിട്ടുന്നത് കൊണ്ടാണ്. PSC എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ അഴിമതിക്കാരുടെ കൂത്തരങ്ങായി മാറി. സർക്കാരിന് ഇവരുടെ മേൽ അന്വേഷണം നടത്താൻ അധികാരം ഉണ്ടോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുള്ളത് കൊണ്ട് തന്നെ PSC പാർട്ടിക്കാരെ തിരികെ കയറ്റി PSCക്ക് വർഷങ്ങളായുള്ള മെറിറ്റിനെ അട്ടിമറിച്ചു. മുഖ്യമന്ത്രി VD സതീശന് ഏറ്റവും അധികം പരാതി കിട്ടുന്നത് PSC പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ്. പരീക്ഷ റാങ്ക് ലിസ്റ്റുകൾ ഒരിക്കലും സമയത്തിറക്കില്ല, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യില്ല. എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തുവിട്ടാൽ അത് പാർട്ടിക്കാർക്ക് ഗുണമുള്ളവരെ തിരികെ കയറ്റാൻ വേണ്ടി മാത്രം. അന്വേഷിച്ച മതിയാവൂ ഈ അട്ടിമറിയെ. അധികാരമില്ലെങ്കിൽ അധികാരമുണ്ടാക്കുന്ന നിയമമുണ്ടാക്കണം. അല്ലെങ്കിൽ കോടതിയോട് പോയി പറയണം, അധികാരം ഞങ്ങൾക്കില്ല പക്ഷെ അന്വേഷിക്കണമെന്ന്. വലിയ ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥന്മാരെ തന്നെ നിയോഗിച്ച് ഈ വലിയ തട്ടിപ്പ് കണ്ടുപിടിക്കണം. കഴിഞ്ഞ 10 വർഷം CPM നേതാക്കൾ എത്ര പേരെ തിരികെ കയറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തി അവരെയൊക്കെ പിരിച്ചുവിടണം. ഈ നിയമവിരുദ്ധ തിരികെ കയറ്റലിന് നേതൃത്വം കൊടുത്ത PSC അംഗങ്ങളുടെ മേൽ ക്രിമിനൽ കുറ്റം ചുമത്തി അവരൊക്കെ ജയിലിലടക്കണം. 3.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങി നാട്ടുകാർ ഊഹിച്ച ഇവറ്റകൾ 2.5 ലക്ഷം രൂപ പെൻഷന് കാത്തിരിക്കുമ്പോൾ പകരം അഴിയെണ്ണി ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ടായാലേ ഈ നാട് നന്നാവും.